ഇപ്പോൾ സനീഷിന് ലോൺ ഉണ്ടെന്നുള്ളത് എനിക്കറിയാം. പക്ഷേ 10 വർഷം മുമ്പുള്ള തരത്തിലാണോ ഇപ്പോൾ ലോണുള്ളത്? അതായത് 10 വർഷം മുമ്പ് സനീഷ് ലോൺ എടുക്കുമ്പോൾ സനീഷിൻ്റെ ആലോചന 1 ലക്ഷം രൂപ, 2 ലക്ഷം രൂപ, 3 ലക്ഷം രൂപയിൽ ഒതുങ്ങും. അതിനൊരു കാരണമുണ്ട്. അന്ന് ലോൺ എടുക്കുക, അന്നത്തെ ഇപ്പോൾ പഴയ സർക്കാരിൻ്റെ കാലത്ത് ലോൺ ഇല്ല, ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് ഇത്രയും കടമില്ലായിരുന്നു എന്ന് പറയുമ്പോൾ അതിൻ്റെ കാരണം എന്താണ്? അന്നത്തെ വരുമാനത്തിനൊപ്പിച്ചുള്ള കടമാണ് ഉണ്ടാവുക. ഈ സംസ്ഥാനത്തിൻ്റെ വരുമാനത്തിനൊപ്പിച്ച് സനീഷ് കടമെടുക്കാൻ ആലോചിക്കുമ്പോൾ സനീഷിൻ്റെ വരുമാനത്തിനൊപ്പിച്ച കടമാണ് എടുക്കുക. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ലല്ലോ. ഇപ്പോൾ കൂടുതൽ കടമെടുക്കാനുള്ള ഒരു പ്രാപ്തിയിലേക്ക് സനീഷ് എത്തിച്ചേർന്നിട്ടുണ്ട്. അതെന്തുകൊണ്ടാണ്? കടമെടുക്കാം, കടം കൂടുന്നുണ്ട്, ഒരു സൈഡിൽ കടം കൂടുന്നുണ്ട്. 10 വർഷം മുമ്പുള്ളതിനേക്കാൾ കൂടുതൽ കടം ഇപ്പോഴുണ്ട്. പക്ഷേ എന്താ, അതെനിക്ക് അടച്ചു തീർക്കാൻ കഴിയും എന്ന് ഉറപ്പുള്ള തരത്തിൽ വരുമാനവും ഇപ്പുറത്ത് വർദ്ധിച്ചിട്ടുണ്ട്. ഇങ്ങനെ തന്നെയാണ് ഒരു സംസ്ഥാനത്തിൻ്റെ കാര്യത്തിലേക്ക് വന്നാൽ. പൊതുവെ ആളുകൾ അവനവൻ്റെ കടത്തെ വെച്ചിട്ടാണ് ഇതിനെ കണക്ക് കൂട്ടുന്നത്. സ്റ്റേറ്റിൻ്റെ ബിസിനസ് നടത്തുമ്പോഴും ഈ കണക്ക് ഈ രീതിയിൽ തന്നെ വർക്കാവുന്നുണ്ട് എന്നുള്ളത് ആലോചിക്കില്ല. സംസ്ഥാനത്തിന് 1 രൂപ വരുമാനമില്ല എന്നുള്ള മട്ടിലാണ് ഇതിനെക്കുറിച്ച് ചിന്തിക്കുക. അങ്ങനെയല്ല, ഇപ്പുറത്ത് സംസ്ഥാനത്തിന് വരുമാനം വർദ്ധിക്കുന്നു, തനത് വരുമാനം വർദ്ധിക്കുന്നുണ്ട്. 10,000 കോടി തനത് വരുമാനം അടുത്ത വർഷം മുതൽ വർദ്ധിക്കും എന്നുള്ളത് മുൻ ധനകാര്യമന്ത്രി പറയുന്നത് പൂർണ്ണമായിട്ടും നമ്മളൊന്നും മുഖവിലേക്ക് എടുക്കേണ്ട, അത് വരുന്നോ എന്നുള്ളത് കാത്തിരുന്ന് തന്നെ കാണണം. പക്ഷേ ഈ കഴിഞ്ഞ ചരിത്രം എടുത്തു നോക്കിയാൽ എന്താണ്, സംസ്ഥാനത്തിൻ്റെ അത് പടിപടിയായി വരുമാനം വർദ്ധിച്ചു തന്നെയാണ് പോകുന്നത്. മാനേജ് ചെയ്യാവുന്ന ഒരു സാഹചര്യമുണ്ട്. ഇനി എല്ലാ സ്ഥലത്തും എങ്ങനെയാണ് സംഭവിച്ചിട്ടുള്ളത്? ഇപ്പോൾ നമ്മളിപ്പോൾ 2014 യൂണിയൻ സർക്കാരിൻ്റെ കടം 55 ലക്ഷം കോടിയായിരുന്നു. അതായത് GDP-യുടെ 52.2%. അത് 2019 99.2 ലക്ഷമായി മാറി. അതായത് ഇരട്ടിയായി. 2024 അത് 172 ലക്ഷം കോടിയായി. അതായത് ലക്ഷം കോടികളാണ് ഇതല്ല, ഈ 172 ലക്ഷം കോടിയായി അത് വർദ്ധിച്ചു. ഇതിങ്ങനെയാണ് എല്ലാ സ്റ്റേറ്റുകളുടെ ഇതിന് എന്തോ വ്യത്യസ്തമായ സാഹചര്യമാണെന്ന് പറയുമ്പോൾ മറ്റു സംസ്ഥാനങ്ങൾക്ക് വരുമാനം കൂടുതലുള്ള സംസ്ഥാനങ്ങളൊക്കെ ഉണ്ടാകും. പക്ഷേ ഇന്ത്യയുടെ പൊതുസ്ഥിതിയുമായി പ്രത്യേകിച്ച് വലിയ മാറ്റമൊന്നും ഇല്ലാത്ത അവസ്ഥ തന്നെയാണ് സംസ്ഥാനത്തിൻ്റെയും. സംസ്ഥാനത്തിന് അതിനുള്ള പ്രാപ്തിയുണ്ട് കടം വാങ്ങാനുള്ളത്. അതിനനുസരിച്ചുള്ള കടമെടുത്ത് തന്നെയാണ് നമ്മൾ ഓരോ വളർച്ചയിലേക്കും മുന്നോട്ട് പോവുക. ഇപ്പോൾ നമ്മൾ സംസ്ഥാനത്തിൻ്റെ തന്നെ കാര്യം എടുത്തു. 96-2001 23,779 കോടി രൂപയെ കടമുള്ളൂ എന്ന് പറയുമ്പോൾ അന്നത്തെ വരുമാനത്തിനൊപ്പിച്ചുള്ള ഒരു കടമാണത്. അന്നത്തെ പണത്തിൻ്റെ മൂല്യം അനുസരിച്ചുള്ള ഒരു കടമാണ്. അതിനപ്പുറത്തേക്കാണ് 2001-2006 45,926 കോടിയായി. 2006-2011 അത് 83,563 കോടിയായി. 2011-2016 സനീഷേ ആ 83,000 കോടിയിൽ നിന്ന് 1,60,60,000 കോടിയായിട്ട് വർദ്ധിച്ചു. പിന്നീട് 2016-21 3,10,000 കോടിയായി. 2021-2026 5,06,000 കോടിയായി. ഇത് വേറെ പ്രത്യേകിച്ച് മാറ്റമൊന്നും ഉണ്ടായിട്ടില്ല. ആ ക്രമാനുഗതമായിട്ടുള്ള ആ കടത്തിൻ്റെ വളർച്ച വരുമാനത്തിൻ്റെ വളർച്ചയ്ക്ക് ഒപ്പിച്ചുള്ള. പിന്നെ ഇൻഫ്ലേഷൻ ഇതിനകത്തൊരു ഘടകമാണ്. അത് ആ മട്ടിൽ കണക്ക് കൂട്ടുന്നില്ല. ഇൻഫ്ലേഷനും വരുമാന വർധനയും എല്ലാം കൂടെ ചേരുമ്പോഴാണ് ഈ വർധന ഉണ്ടാകുന്നത്. ഇപ്പം നമ്മുടെയൊക്കെ വീട്ടിൽ അമ്മമാരൊക്കെ പറയുന്നത് കേൾക്കാറില്ലേ, ഞാൻ ഒരു 50 വർഷം മുമ്പ് 1 രൂപയ്ക്ക് 1 കിലോ ഏത്തപ്പഴം കിട്ടുമായിരുന്നു എന്ന് പറയുന്നത് മട്ടിലുള്ള ഒരു കണക്കിനെ വെച്ച് ഇതിനെ ഈ ചേർത്ത് വെച്ച് നമ്മൾ കണക്ക് കൂട്ടാൻ പറ്റില്ല. പിന്നെ നമുക്ക് സ്വാഭാവികമായും സംഭവിച്ച കുറേ പ്രശ്നങ്ങളുണ്ട്. അതാണ് ഈ GST നടപ്പാക്കുന്ന സമയത്ത് ഇപ്പോൾ ഡോക്ടർ തോമസ് ഐസക് ശക്തമായി വാദിച്ചതാണ്. ഇത് നടപ്പാക്കി കഴിഞ്ഞാൽ ഉപഭോക്തൃ സംസ്ഥാനമായ കേരളത്തിന് വലിയ വരുമാനം വരുമെന്ന്. സത്യത്തിൽ അതല്ല സംഭവിച്ചത്. അതിൻ്റെ ഈ ഘടനാപരമായിട്ടുള്ള ധാരാളം പോരായ്മ അതിന് നിലനിൽക്കുന്നുണ്ടായിരുന്നു എന്നുള്ളത് വാസ്തവമാണ്. അത് നടപ്പായപ്പോൾ ഈ ഉൽപ്പാദക സംസ്ഥാനങ്ങൾക്ക് കൂടുതൽ മെച്ചപ്പെട്ട സ്ഥിതിയിലേക്കാണ് അത് അവസാനിച്ചത് എന്നുള്ളതാണ് വാസ്തവം.